ഞാൻ പറയട്ടെ, ഒരാളിനെ അറസ്റ്റ് ചെയ്യാൻ ഞാനാണോ പറയണ്ടേ? ഞാനങ്ങനെ പറയാൻ പാടില്ല. KG മോഹൻദാസിൻ്റെ പേരിൽ എനിക്ക് പരാതി കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആ പരാതി IG ക്രൈംസിന് കൊടുത്തു. ക്രൈംസ് അദ്ദേഹത്തിൻ്റെ പേരിൽ FIR ഇട്ടു. അന്വേഷണം നടക്കുകയാണ്. അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ തീരുമാനിക്കേണ്ട അന്വേഷണ ഉദ്യോഗസ്ഥനല്ലേ? അല്ല ആഭ്യന്തരമന്ത്രി പറയും ഇന്നയാളെ അറസ്റ്റ് ചെയ്യാൻ പറയാൻ പറ്റുമോ? അത് പോലീസിന് കേൾക്കാൻ പറ്റുമോ? അവിടെയല്ലേ തെറ്റ്? ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. പോയല്ലോ. മുഖ്യമന്ത്രി ഒരു ദിവസം മുഴുവൻ റാന്നി, തിരുവല്ല, പത്തനംതിട്ട ജില്ലകളുണ്ടായിരുന്നു. അതിന് മുമ്പ് ഞാൻ പോയിരുന്നു. ഞാനൊരു ദിവസം മുഴുവൻ ഉണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിലും പത്തനംതിട്ടയിലും ഞാൻ ഉണ്ടായിരുന്നു. ഇന്നലെയും ഞാൻ പോയി കുട്ടനാട്. ഇന്നലെയും ഞാനും എക്സൈസ് മന്ത്രി ലിജു ഞങ്ങൾ ഇന്നലെ കായംകുളം, ഹരിപ്പാട്, അമ്പലപ്പുഴ, കുട്ടനാട് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളും പോയി. ഒരിക്കലുമല്ല. ഇന്ന് റവന്യൂ മന്ത്രി ആലപ്പുഴ സന്ദർശിക്കുന്നുണ്ട്. പിന്നെ ഓരോ ജില്ലയിലും ചുമതലപ്പെട്ട മന്ത്രിമാർ പോയിട്ടുണ്ട്. കഴിഞ്ഞ മുഖ്യമന്ത്രി എത്ര സ്ഥലത്താണ് പോയി ഞാൻ ചോദിക്കുക? ആകെ പോയത് ഞാനും അദ്ദേഹം കൂടെ ഹെലികോപ്റ്ററിലാണ് പോയത്. താഴെ ഇറങ്ങിയില്ല ഒരു സ്ഥലത്തും പോകാൻ. 2 സ്ഥലത്ത് ഞങ്ങൾ താഴെ ഇറങ്ങി. ഒരു മിനിറ്റ്, ബത്തേരിലും ഇറങ്ങി, പിന്നെ ഏതോ ഒരു സ്ഥലത്തോടെ ഇറങ്ങി. ഞങ്ങൾ ഞാൻ പറഞ്ഞു കേട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. ഈ പ്രളയം ഉണ്ടായ സ്ഥലങ്ങളിൽ ശ്രീ പിണറായി വിജയൻ എത്ര സ്ഥലത്ത് പോയില്ല. മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രിമാർ നോക്കുന്നുണ്ട്. മന്ത്രിമാർ അതേ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ഞാനും അവിടെ പോയിരുന്നു. ഈ സ്ഥലങ്ങളിലൊക്കെ ഞാനും പോയിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹവും പോയി. അല്ല, അങ്ങനെയല്ല. മുഖ്യമന്ത്രി ഒരു വീട്ടിൽ പോലും പോയില്ല. ഇത് 5ാമത്തെ ദിവസമാണ് മുഖ്യമന്ത്രി സന്ദർശനം നടത്തുന്നത്. കോൺഗ്രസ് നേതാവ് മുതിർന്ന നേതാവില്ല. അതൊരു അനുചിതമായ ഒരു പരിപാടി. സൽക്കാരത്തിൽ പങ്കെടുക്കുക. അന്നത്തെ ദിവസം കേരള ആകെ വിറങ്ങലിച്ച് നിൽക്കുന്ന ദിവസം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ പാടില്ലാട്ടോ ഈ ചോദിക്കുന്നത്. ഞാൻ അന്ന് പോകാൻ തയ്യാറായിരുന്നു. എന്നോട് സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞു, സാർ ഒരു മിനിറ്റ്. അതെ, മുഖ്യമന്ത്രിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുക്കുമല്ലോ ഇൻഫർമേഷൻ. നമ്മൾ ആ സമയത്ത് പോകരുത്. പോയാൽ അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പ്രശ്നമുണ്ടാകും. കാരണം നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരും പോലീസും എല്ലാം കൂടി നമ്മളോട് വരികയും അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഇത് മാത്രമല്ല, ഏത് സംഭവം ഉണ്ടാകുമ്പോഴും നമ്മളോട് ഇവർ പറയും നിങ്ങളിപ്പോൾ പോരെന്ന് പറയും. ഒരല്പം വെയിറ്റ് ചെയ്തിട്ടേ പോകാവൂ. അതേ അവർ സീനിയറായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ അവരോട് ചോദിക്കും. അങ്ങനെയാണ് എൻ്റെ സിസ്റ്റം. കാരണം അന്ന് നമ്മളവിടെ ചെല്ലുമ്പോൾ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പോലീസും ഫയർഫോഴ്സും റവന്യൂ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ചെല്ലുമ്പം അവർക്കത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പോകാൻ പാടില്ല. ആ ദിവസം പോകാൻ പാടില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് പോയി കാര്യങ്ങൾ വിലയിരുത്തുക. അതാണ് എല്ലാ കാലഘട്ടത്തിലും എല്ലാ മുഖ്യമന്ത്രിമാരും എല്ലാ ആഭ്യന്തരമന്ത്രിമാരും ചെയ്യേണ്ടത്. അത് തന്നെയാണ് നമ്മളവിടെ. അത് നിങ്ങളിത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇവരുടെ അഡ്വൈസ് എല്ലാം അങ്ങനെയാണ് ഞങ്ങൾക്ക് വരുന്നത്. അങ്ങനെ പാടുള്ളൂ. ആ സമയത്ത് ആളുകളെ വോട്ടിൽ കൊണ്ടുവരിക, അവിടുന്ന് കൊണ്ടുവരിക, രക്ഷപ്പെടുത്തി കൊണ്ടുവരിക, എല്ലാ സഹായങ്ങളും നൽകുക. അതാണോ പ്രധാനം? അതോ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ കൂടെ വരികയാണോ പ്രധാനം? അതുകൊണ്ട് എപ്പോഴും അവർ ഞങ്ങളെ അഡ്വൈസ് ചെയ്യും. നിങ്ങളിപ്പോൾ പോകരുത്, 2 ദിവസം കഴിഞ്ഞേ പോകാവൂ. അതാണ് എൻ്റെ അഡ്വൈസ്. അത് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അദ്ദേഹം ഞാനും കൂടി പങ്കെടുത്ത മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ച്. മറ്റേ മന്ത്രിമാർ ഓൺലൈനിലുണ്ടായിരുന്നു, കളക്ടർമാർ ഓൺലൈനിലുണ്ടായിരുന്നു. ഞാനും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിലയിരുത്തി എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചാണ് മുന്നോട്ട് പോയത്. തന്നെയുമല്ല എല്ലാവിധ സഹായവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ കോടതിക്ക് മറുപടി പറയാനൊന്നുമില്ല. നിങ്ങളെല്ലാം അതൊന്ന് കേൾക്കണം.
IPS IAS ഓഫീസർമാരുടെ സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുന്നത് എല്ലാ വർഷവും ഒക്ടോബർ നവംബറിലാണ്. കാരണം ചില ആളുകൾ രാജിവെച്ച് പോവും, ചില ആളുകൾ ചിലപ്പോൾ അപകടത്തിൽ മരിക്കും, ചില ആളുകൾ റിട്ടയർ ചെയ്യും. ആ സമയത്ത് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും സ്ക്രീനിങ് കമ്മിറ്റി കൂടി അവർ ആ ലിസ്റ്റ് തയ്യാറാക്കും സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ. ആ ലിസ്റ്റ് ക്യാബിനറ്റിൽ പോകും. ക്യാബിനറ്റ് പോയി കഴിഞ്ഞ് മുഖ്യമന്ത്രി ഒപ്പിട്ട് ആ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യും. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസത്തിൽ കേരളത്തിലെ IPS ഉദ്യോഗസ്ഥന്മാരുടെ സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് പ്രസിദ്ധീകരിച്ചപ്പോൾ ഒന്നാമത്തെ പേര് MR അജിത് കുമാറിൻ്റെ, രണ്ടാമത്തെ ശ്രീജിത്തിൻ്റെ, പിന്നെ സുരേഷ് രാജ് പുരോഹിത്, അദ്ദേഹം നമ്മുടെ ഇല്ല, സെൻട്രൽ സർവീസ്. ഇങ്ങനെ സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയത്. അന്ന് എവരുടെയൊന്നും പേരിലൊരു കേസോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. 3 കാരണങ്ങൾ കൊണ്ടേ ഒരാളുടെ സീനിയോറിറ്റി ലംഘിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കാതിരിക്കാൻ പറ്റുള്ളൂ. ഒന്ന്, അദ്ദേഹത്തിൻ്റെ പേരിൽ സസ്പെൻഷൻ ഉണ്ടാകണം. 2, വകുപ്പ് തല നടപടിയും മെമ്മോയും കൊടുത്തിരിക്കണം. 3, അദ്ദേഹത്തിൻ്റെ പേരിൽ ക്രിമിനൽ കേസോ ഉണ്ടാകണം, കുറ്റപത്രം സമർപ്പിച്ചിരിക്കണം. ഈ 3 കാരണത്തിൻ്റെ പേരിൽ മാത്രമേ ഒരു IPS ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം കൊടുക്കാതിരിക്കാൻ പറ്റുള്ളൂ. MR അജിത് കുമാറിൻ്റെ പേരിൽ അങ്ങനെ ഒരു സസ്പെൻഷൻ നിലനിന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് സീനിയോറിറ്റി പ്രകാരം പ്രൊമോഷൻ കൊടുക്കാൻ കഴിയാതെ വന്നത്. രണ്ടാമത്തേത് ശ്രീജിത്തിൻ്റെ പേരാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസോ ഈ പറഞ്ഞ 3 കാരണങ്ങളോ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് സ്വാഭാവികമാണ്, ഞാൻ കണ്ടുപോലുമില്ല, ഞാൻ കാണേണ്ട കാര്യമില്ല. കാരണം കേന്ദ്ര സെൻട്രൽ സർവീസ് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. ചീഫ് സെക്രട്ടറി ആ ലിസ്റ്റ്, പിണറായി വിജയൻ ഒപ്പിട്ട ലിസ്റ്റ് ഓൾറെഡി നിലവിലുള്ളത് കൊണ്ട് അടുത്തയാളുടെ പേര് ശുപാർശ ചെയ്യുന്നു. ശ്രീജിത്തിൻ്റെ പേരിലൊരു കേസില്ല, സസ്പെൻഷനില്ല, അദ്ദേഹത്തിന് വകുപ്പ് തല നടപടിയില്ല, മെമ്മോ കൊടുത്തിട്ടില്ല. അദ്ദേഹം അങ്ങനെ DGP ആവും. ഒരു കോടതിയിൽ കേസ് നാളെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു കാര്യമാണ് പ്രൊമോഷൻ. ആ പ്രൊമോഷൻ തടയാൻ നമുക്ക് കഴിയില്ല. കാരണം സിവിൽ സർവീസ് റൂൾസ് അതാണ്. ഇതാണ് എൻ്റെ സംഭവം.